വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് collegemunshi.com. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് BBA എടുക്കാൻ നിൽക്കുന്ന സ്റ്റുഡൻസിനാണ്. നമുക്കറിയാം BBA എടുക്കുന്ന സ്റ്റുഡൻസ് ഇപ്പോഴേ റിസർച്ച് തുടങ്ങിയിട്ടുണ്ടാവും ഏത് സ്പെഷ്യലൈസേഷൻ ചൂസ് ചെയ്യണം, ഏത് ഫീൽഡിലായിരിക്കും BBA എടുക്കേണ്ടത്. BBA കുറേ അധികം സ്പെഷ്യലൈസേഷൻസിൽ നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. BBA ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഫിനാൻസ്, HR, ഏവിയേഷൻ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഫീൽഡിൽ നമുക്ക് ഈ ഒരു BBA കോഴ്സ് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്പെസിഫിക്കലി മെൻഷൻ ചെയ്യാൻ പോകുന്നത് BBA ഏവിയേഷൻ എന്ന് പറഞ്ഞ കോഴ്സിനെ കുറിച്ചിട്ടാണ്. ഈ ഒരു കോഴ്സ് പഠിക്കാൻ ആരൊക്കെയാണ് എലിജിബിൾ, അതേപോലെ തന്നെ ഈ കോഴ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്, എന്തൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും ഫുള്ള് കാണാം. എയർപോർട്ട് മാനേജ്മെൻറ്റ്, എയർലൈൻ ഓപ്പറേഷൻ, ഏവിയേഷൻ ബിസിനസ് പോലുള്ള ഫീൽഡിലാണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് എന്നുണ്ടെങ്കിൽ BBA ഏവിയേഷൻ എന്ന് പറയുന്നത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ചോയ്സ് ആയിരിക്കും. BBA ഏവിയേഷൻ എന്ന് പറയുന്നത് ഒരു 3 ഇയർ അണ്ടർ ഗ്രാജുവേഷൻ പ്രോഗ്രാമാണ്. അപ്പോൾ ഇതിൽ പഠിക്കാനായിട്ട് മെയിനായിട്ട് വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് എയർലൈൻ ഇൻഡസ്ട്രീൻ്റെ ബിസിനസ് ആൻഡ് മാനേജ്മെൻറ്റിനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഈ ഒരു കോഴ്സിൽ നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് വരുന്ന സബ്ജക്ട്സ് എന്ന് പറയുന്നത് എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെൻറ്റ്, ഏവിയേഷൻ ലോസ് ആൻഡ് റെഗുലേഷൻ, എയർ ട്രാഫിക് കൺട്രോൾ ആൻഡ് സേഫ്റ്റി, ലോജിസ്റ്റിക്സ് ആൻഡ് കാർഗോ മാനേജ്മെൻറ്റ്, മാർക്കറ്റിംഗ് ആൻഡ് ബിസിനസ് സ്ട്രാറ്റജീസ്. നിങ്ങൾക്ക് ഏവിയേഷൻ ഫീൽഡിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ നിങ്ങൾക്ക് ബിസിനസ് മേഖലകളിലും മാനേജ്മെൻറ്റ് മേഖലകളിലും ഒരു സ്കിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പെർഫെക്റ്റ് കോഴ്സാണ് BBA ഏവിയേഷൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ട് നിങ്ങൾ BBA ഏവിയേഷൻ എടുക്കണം? ഗ്ലോബലായിട്ട് കരിയർ ഓപ്പർച്യൂണിറ്റീസ് കുറേ വരാൻ പോകുന്ന, അതും ഫാസ്റ്റ് ഗ്രോവിങ് ഇൻഡസ്ട്രി ആയതുകൊണ്ട് തന്നെ കുറേ അധികം ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരാൻ പോകുന്ന ഒരു ഫീൽഡാണ് ഏവിയേഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എയർലൈൻ മാനേജ്മെൻറ്റ്, എയർപോർട്ട് സർവീസ്, ലോജിസ്റ്റിക്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ ഒരു ഹൈ സാലറി, ഹൈ ഡിമാൻഡിങ് ആയിട്ടുള്ളൊരു ജോബാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഹൈ സാലറി പാക്കേജ് വരെ കിട്ടാനുള്ളൊരു ഓപ്ഷൻ ഈ ഒരു BBA ഏവിയേഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അതേപോലെ തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫീൽഡാണ്, നമുക്ക് കുറച്ചും കൂടി കൂടുതൽ ട്രാവൽ ചെയ്യാനും അതേപോലെ തന്നെ എൻ്റർടൈനിങ് ആയിട്ടുള്ളൊരു ഫീൽഡാണ് ഏവിയേഷൻ എന്ന് പറയുന്നത്. സോ കൂടുതൽ ആളുകളെ മീറ്റ് ചെയ്യാൻ, കൂടുതൽ സ്ഥലത്ത് ട്രാവൽ ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് BBA ഏവിയേഷൻ എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത്. അപ്പോൾ BBA ഏവിയേഷൻ കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻസിന് കുറേ അധികം ജോബ് ഓപ്പർച്യൂണിറ്റീസ് വെയിറ്റിംഗ് ആണ്. സോ ഏതൊക്കെ ജോബ്സ് ആണ് കിട്ടാൻ പോകുന്നത് നമുക്കൊന്ന് നോക്കാം. എയർപോർട്ട് ആൻഡ് എയർലൈൻ മാനേജ്മെൻറ്റ്, ഏവിയേഷൻ ഓപ്പറേഷൻസ് ആൻഡ് ലോജിസ്റ്റിക്സ്, കസ്റ്റമർ സർവീസ് ആൻഡ് പാസഞ്ചർ ഹാൻഡ്ലിംഗ്, എയർ കാർഗോ മാനേജ്മെൻറ്റ്, ഏവിയേഷൻ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ്, ക്യാബിൻ ക്രൂ ആൻഡ് ഗ്രൗണ്ട് സ്റ്റാഫ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഈ ഒരു ഫീൽഡിലെല്ലാം തന്നെ നിങ്ങൾക്ക് BBA ഏവിയേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇതെല്ലാം നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസ് പോകണമെങ്കിലും നിങ്ങൾക്ക് MBA എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏവിയേഷൻ സ്പെഷ്യലൈസ്ഡ് കോഴ്സുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും. സോ ഇങ്ങനത്തെ കോഴ്സുകൾ അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിലോട്ട് നിങ്ങൾക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന BBA കംപ്ലീറ്റ് ചെയ്തിട്ട് അണ്ടർ ഗ്രാജുവേഷന് കിട്ടുന്നതിനെക്കാട്ടിലും കൂടുതൽ സാലറി പാക്കേജ് നിങ്ങൾക്ക് കിട്ടും. ഇനി ഈ ഒരു BBA ഏവിയേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റുഡൻസിന് കിട്ടാൻ പോകുന്ന കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള ജോബ് റോൾസ് ആണ് എയർപോർട്ട് മാനേജർ, എയർലൈൻ ഓപ്പറേഷൻസ് എക്സിക്യൂട്ടീവ്, കാർഗോ ആൻഡ് ലോജിസ്റ്റിക്സ് മാനേജർ, എയർ ട്രാഫിക് കൺട്രോളർ, ഏവിയേഷൻ സേഫ്റ്റി മാനേജർ. അപ്പോൾ BBA ഏവിയേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഏവിയേഷൻ ഫീൽഡിൽ നിങ്ങൾക്ക് മാനേജ്മെൻറ്റും അതേപോലെ തന്നെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഒരുമിച്ച് പഠിച്ച് ഇതെല്ലാം മനസ്സിലാക്കി നിങ്ങൾക്ക് ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് തന്ന് ഈ ഒരു ഫീൽഡിൽ നിങ്ങൾക്ക് നല്ലൊരു കരിയർ ഗ്രോത്ത് ആയിരിക്കും BBA ഏവിയേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ BBA ഏവിയേഷൻ പഠിക്കാതിരിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഈ ഒരു കോഴ്സ് ഏറ്റവും ബെറ്റർ ഫെസിലിറ്റീസോട് കൂടിയും നല്ലൊരു എക്സ്പോഷറോട് കൂടിയും നിങ്ങൾക്ക് തരുന്ന കുറച്ച് കോളേജസ് നമ്മുടെ ബാംഗ്ലൂരാണുള്ളത്. അപ്പോൾ ആ കോളേജസ് ആണ് ക്രിസ്തു ജയന്തി കോളേജ്, ജെയിൻ യൂണിവേഴ്സിറ്റി, പ്രസിഡൻസി യൂണിവേഴ്സിറ്റി, AIMS ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയിട്ടുള്ള ഒരുപാട് അതർ യൂണിവേഴ്സിറ്റീസും ഉണ്ട്. ആൻഡ് നിങ്ങൾ BBA ഏവിയേഷൻ എടുക്കാനായിട്ട് ചൂസ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾ ചൂസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവർ പ്ലേസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, ഇൻറ്റേൺഷിപ്പ് അസിസ്റ്റൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ നോക്കുക. ആൻഡ് ആ ഒരു യൂണിവേഴ്സിറ്റിക്ക് സർട്ടിഫിക്കറ്റ് വാല്യൂ ഉണ്ടോ നോക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോഴ്സ് ഒരു ഗ്ലോബൽ കരിയർ ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു കോഴ്സാണ്. അപ്പോൾ നിങ്ങൾ ഇന്ത്യൻ്റെ പുറത്ത് വർക്ക് ചെയ്യുന്ന ടൈമിൽ നമ്മൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിന് സർട്ടിഫിക്കറ്റ് വാല്യൂ ഇല്ല, അല്ലെങ്കിൽ ബ്രാൻഡ് വാല്യൂ ഇല്ലാത്ത കോളേജിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കരിയർ കിട്ടാതിരിക്കാൻ അല്ലെങ്കിൽ ഗ്ലോബൽ എക്സ്പോഷർ കിട്ടാണ്ടിരിക്കാനുള്ളൊരു ചാൻസസ് വളരെ കൂടുതലാണ്. സോ എപ്പോഴും കോളേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചൂസ് ചെയ്യുമ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഇനി നിങ്ങൾക്ക് BBA ഏവിയേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്യാനായിട്ടുള്ള ഏത് കോളേജ് ചൂസ് ചെയ്യണമെന്ന് ഡൗട്ടിലാണ്, അഡ്മിഷൻ അസിസ്റ്റൻസ് വേണമെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഫ്രീ കരിയർ ഗൈഡൻസ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും.